السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ബഹുമാന്യനായ നമ്മുടെ ചീഫ് ഇമാം, അതുപോലെ ഈ മഹത്തായ മസ്ജിദിൽ സംഗമിച്ചിട്ടുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അതുപോലെ ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലെ ഗുണകാംക്ഷികളെ, നമ്മുടെ ചാല ജുമാ മസ്ജിദിൽ റമളാന്റെ പ്രാരംഭം മുതൽ ളുഹർ നമസ്കാരത്തിന് ശേഷം ഹ്രസ്വമായ ഉത്ബോധനം, അതല്ലെങ്കിൽ ഉത്ബോധന പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉത്ബോധന പരമ്പരയിലൊന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിർവഹിക്കാനുള്ളത്. എനിക്കിന്ന് സംഘാടകർ നൽകിയിട്ടുള്ള വിഷയം റമളാനും ഖുർആനും എന്നുള്ളതാണ്. റമളാനും ഖുർആനും, അതാണ് ഞാൻ വിശദീകരിക്കേണ്ടത്. റമളാൻ എന്ന് പറഞ്ഞാൽ റമളാന്റെ പ്രത്യേകത അത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളതാണ്. ലോകത്തെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവരുടേതായ വേദഗ്രന്ഥങ്ങളുടെ പ്രത്യേക മാസാചരണം അവർ നടത്താറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ മലയാള മാസമായ കർക്കിടകം രാമായണ മാസമായിട്ട് ആചരിക്കുന്ന ഒരു സമുദായമുണ്ട്, ഹൈന്ദവ സമുദായം. രാമായണ മാസമായി കർക്കിടക മാസത്തെ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭ സെപ്റ്റംബർ മാസം അത് ബൈബിൾ മാസാചരണമായി കൊണ്ട് നടക്കാറുണ്ട്, അതല്ലെങ്കിൽ ആഘോഷിക്കാറുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമളാൻ എന്ന് പറഞ്ഞാൽ റമളാന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളതാണ്. അതാണ് ഖുർആൻ റമളാന് നൽകുന്ന പ്രത്യേകത. നമുക്കറിയാം, പവിത്രമായ 4 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞാൽ 4 മാസങ്ങളിൽ റമളാൻ വരുന്നില്ല. പിന്നീട് റമളാന്റെ പ്രത്യേകത എന്താണ്? അത് ഖുർആൻ ഇറങ്ങിയ, അതല്ലെങ്കിൽ ഖുർആന്റെ ഇറങ്ങലിന് പ്രാരംഭം കുറിച്ച മാസം എന്നുള്ളതാണ് റമളാന്റെ പ്രത്യേകത. അതാണ് റമളാൻ മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത കാര്യങ്ങൾ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ ഖുർആൻ അവതീർണമായ മാസമാണ്. ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് സന്മാർഗമായി സത്യ അസത്യ വിവേചന ഗ്രന്ഥമായി ഖുർആൻ ഇറങ്ങിയ മാസം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആരെങ്കിലും ഈ മാസത്തിൽ ആരോഗ്യത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഹാജറുണ്ടെങ്കിൽ, അയാൾ നിർബന്ധമായും നോമ്പെടുത്തുകൊള്ളട്ടെ എന്ന് അല്ലാഹു പറയാം. ഖുർആനിന്റെ മാസം എന്ന നിലയിൽ ഖുർആനിന്റെ പഠന മനനങ്ങൾക്ക് വേണ്ടി റമളാനെ നന്നായി പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾക്ക് സാധിക്കണം. വെറുതെ നമ്മൾ ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മള് നോമ്പെടുത്ത് നമ്മുടെ മസ്ജിദിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് കിടന്നുറങ്ങേണ്ടുന്നവരല്ല.
ഖുർആനുമായി കൂടുതൽ അഗാധമായ ബന്ധം സ്ഥാപിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാണ് ഖുർആന്റെ അവതരണത്തിന്റെ പ്രാരംഭം തന്നെ. ബദഉൽ വഹി, അതല്ലെങ്കിൽ ദിവ്യബോധനത്തിന്റെ ആരംഭം വായിക്കുക എന്നുള്ള സൂക്തവുമായിട്ടാണ്. നമുക്കറിയാമത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ, മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. പേന കൊണ്ട് പഠിപ്പിച്ച, മനുഷ്യൻ അജ്ഞാതമായ കാര്യങ്ങൾ അവനെ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതീർണമാവുന്നത്. അറബി ഭാഷയിൽ ഖറഅ എന്ന് പറഞ്ഞ വായിച്ചു എന്നാണ്. ആ ഖറഅ എന്ന ക്രിയയുടെ ധാതുവാണ് ഖുർആൻ. വായിക്കേണ്ടുന്നത്, വായിക്കപ്പെടേണ്ടുന്നത്, വായിക്കുന്നത് എന്ന നിലയിലെല്ലാമാണ് ഖുർആന് നമുക്ക് പരിഭാഷ നൽകാൻ സാധിക്കുക. അത് കേവല വായനയല്ല, ഖുർആനിക വചനങ്ങളുടെ പിറകെ സാധ്യമാവുന്നത്ര സൂക്ഷ്മമായി പോയിക്കൊണ്ട് ഖുർആൻ വായിക്കണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവന്ന് വീണിരിക്കുകയാണോ? കാരണം എന്താ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഖുർആനിക വചനങ്ങളുടെ പിറകെ പോയി എന്തുകൊണ്ട് അവർ ഖുർആൻ വായിക്കുന്നില്ല? ഖുർആനിൽ എന്തുകൊണ്ടവർ തദബ്ബുർ നടത്തുന്നില്ല? അള്ളാഹു ചോദിക്കുകയാണ് സഹോദരങ്ങളെ. വായനയാണ് പ്രധാനം. ഖുർആന്റെ വായനാ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി വിശാലമായ സംഗതിയാണ്. ഈ പ്രപഞ്ചത്തെ വായിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക. ആ അർത്ഥത്തിൽ വായിക്കാനാണ് പറഞ്ഞത്. കേവലം പുസ്തകം വായിക്കാൻ മാത്രമല്ല. പുസ്തകം വായിക്കണം, നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കാൻ സാധിക്കുന്നത് മുഴുവനും വായിക്കണം. വായന തുടങ്ങേണ്ടുന്നത് പ്രപഞ്ച വായനയിൽ നിന്നാണ്. കാരണം വായിക്കുക എന്ന് പറയുന്ന പ്രഥമ സംബോധന പ്രവാചകനോടാണ്. ആ പ്രവാചകന് അക്ഷരമറിഞ്ഞുകൂടാ, ഉമ്മിയാണ് പ്രവാചകൻ. പ്രപഞ്ചത്തെ വായിച്ചുകൊണ്ട് തുടങ്ങാനാണ് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ വായിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്ന മനുഷ്യൻ, അവനാണ് ഖുർആനിന്റെ ഭാഷയിൽ ജ്ഞാനി, അതല്ലെങ്കിൽ അറിവുള്ളവൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിർ 27-ാം വചനത്തിൽ അള്ളാഹു പറയാം, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود. നിങ്ങൾ കാണുന്നില്ലേ മനുഷ്യരെ, നിങ്ങൾ കാണുന്നില്ലേ? നിശ്ചയം അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിച്ചു. ആ മഴവെള്ളത്തിലൂടെ അല്ലാഹു തആല വ്യത്യസ്ത നിറങ്ങളുള്ള കായ്ക്കനികളെ ഉൽപ്പാദിപ്പിച്ചു. പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെളുത്ത നിറമുള്ളതും ചുവന്ന നിറമുള്ളതുമായ ധാരാളം ശിലകൾ കണ്ടെത്താൻ കഴിയും. അതുപോലെ കറുകറുത്ത, കാക്കയെപ്പോലെ കറുകറുത്ത ശിലാ രൂപങ്ങളെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ നിറവൈവിധ്യങ്ങളും സ്വഭാവ വൈവിധ്യങ്ങളുമെല്ലാം മനുഷ്യരിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, കാലികളിലുണ്ട്. വമിനന്നാസി വദ്ദവാബി വൽഅൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്. ഈ നിറവൈവിധ്യങ്ങളും സ്വഭാവ വൈവിധ്യങ്ങളും മനുഷ്യരിലുണ്ട്, കാലികളിലുണ്ട്, മൃഗങ്ങളിലുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയാണ്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിശ്ചയം അല്ലാഹുവിന്റെ ദാസന്മാരിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഉലമാ മാത്രമാണ്, ജ്ഞാനികൾ, അല്ലാഹുവിനെ അറിഞ്ഞവർ മാത്രമാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നമ്മൾ പലയിടത്തും അതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ വചനത്തിന്റെ തൊട്ടപ്പുറവും ഇപ്പുറവും നമ്മൾ എത്രത്തോളം വായിച്ചിട്ടുണ്ട്? അതിന്റെ മുൻഭാഗം വായിക്കുമ്പോൾ സൂറത്തുൽ ഫാത്തിറിലെ 27-ാം വചനമാണ്.
അള്ളാഹു അവന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടി പറയാൻ. ആ ദൃഷ്ടാന്തങ്ങളെ വായിച്ചുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ മനുഷ്യൻ, അയാളെ കുറിച്ചാണ് ഇവിടെ ആലിം എന്ന് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ വായിക്കുകയാണ്, പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെയും വായിക്കുകയാണ്, മനുഷ്യ ശരീരത്തെ വായിക്കുകയാണ്, പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ വായിക്കുകയാണ്. അത് വായിക്കുമ്പോ, അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോ, മനുഷ്യ ശരീരം, ആ ശരീരത്തെ കുറിച്ച് പഠിക്കുമ്പോ, അതിന്റെ ഓപ്പറേഷൻ നിർവഹിക്കുമ്പോ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ, പടച്ചവനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ, അല്ലാഹുവേ ഇതിന്റെ പിന്നിൽ തികഞ്ഞ ഇലാഹിയായ യുക്തിയുണ്ടല്ലോ എന്ന് പറയുന്ന മനുഷ്യരല്ലേ, അയാളാണ് ജ്ഞാനി. ഒരാള് തീർത്തും മതപരമായ കർമ്മശാസ്ത്രത്തിന്റെ വിധിവിലക്കുകളാണ് പഠിക്കുന്നതെങ്കിലും ഈ ഭയപ്പാട് അയാളിൽ ഉണ്ടാവുന്നില്ല എങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച ഖശിയത്ത് ഉണ്ടാവുന്നില്ല എങ്കിൽ, അയാളെ സംബന്ധിച്ച് ജ്ഞാനി, അറിവാളൻ, അറിവുള്ളവൻ എന്ന് പറയാൻ ഖുർആനിക വിവക്ഷ പ്രകാരം സാധിക്കില്ല എന്നാണ് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു വന്നത്. അങ്ങനെ പ്രപഞ്ചത്തെ വായിക്കുകയായിരുന്നവർ. നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ടവർ പ്രപഞ്ചത്തെ വായിച്ചപ്പോ അവർ ലോകത്തിന്റെ ജേതാക്കളും നായകന്മാരുമായി മാറി. ആരാണ് അവർ? ആടിന്റെയും ഒട്ടകത്തിന്റെയും പിന്നാലെ പാഞ്ഞിരുന്ന ഒരു പ്രാകൃത സമൂഹം. അവരാണല്ലോ ഈ ഖുർആനിന്റെ ആദ്യത്തെ സംബോധിതർ എന്ന് പറയുന്നത്. പക്ഷേ ഖുർആൻ അവരോട് വായിക്കാൻ പറഞ്ഞു. വായിച്ചു. അവർ വായിച്ചപ്പോൾ പറഞ്ഞതുപോലെ നാഗരികതയുടെ ജേതാക്കളും സംസ്കാരങ്ങളുടെ നായകന്മാരുമായി അവര് മാറി എന്നുള്ളതാണ്. പല ഗ്രന്ഥകാരന്മാരും അത് സൂചിപ്പിക്കുന്നുണ്ട്. വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എഴുതി, മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യയിൽ ശാസ്ത്രാന്വേഷണ ബുദ്ധി കൂടുതലായിരുന്നു. അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കൾ മുസ്ലിങ്ങളാണെന്ന് പറയാം. ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കളായി മുസ്ലിങ്ങളെ മാറ്റിയ വചനമാണ് ഖുർആനിലെ വായിക്കുക എന്ന ആഹ്വാനം. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനം. അതല്ലെങ്കിൽ ഖുർആനാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കളായിട്ട് മുസ്ലിങ്ങളെ മാറ്റിയത്. മുസ്ലിങ്ങൾ ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കളാണ്, അവരുടെ പൂർവികരാണ്. മോഡേൺ സയൻസിന്റെ പിതാക്കന്മാരെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന, അതോടൊപ്പം ചരിത്രകാരനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിന്റെ വിശ്വചരിത്രാവലോകനം എന്ന കൃതിയിൽ സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞു, മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറേബ്യയിൽ ശാസ്ത്രാന്വേഷണ ബുദ്ധി കൂടുതലായിരുന്നു. കാരണം ഇതാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഖുർആനിനെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ആ രീതിയിൽ ഉൾക്കൊണ്ടപ്പോൾ തീർച്ചയായും ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ മുൻഗാമികൾക്ക് സാധ്യമായി. ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ ബൗദ്ധിക വികാസം എന്ന് പരിഭാഷപ്പെടുത്താവുന്ന കൃതിയിൽ ജോൺ വില്യം രേഖപ്പെടുത്തി വെച്ചു, എന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ശാസ്ത്രീയ സുഖങ്ങൾക്കും കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരോടാണ്. ഇന്ന് ലോകം അനുഭവിക്കുന്ന എല്ലാ ശാസ്ത്രീയ സുഖങ്ങൾക്കും ലോകം കടപ്പെട്ടിരിക്കുന്നത് മുസ്ലിം പണ്ഡിതന്മാരോടാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കളായ ഗലീലിയോ, കെപ്ലർ, ബ്രൂണോ, ന്യൂട്ടൻ, ഡാവിഞ്ചി തുടങ്ങിയവരെല്ലാം പ്രചോദനം സ്വീകരിച്ചത് പൂർവികരായ ഇബ്നു സീന, അൽബറൂനി, ഇബ്നു ഖൽദൂൻ, റാസി, ഫാറാബി, ഗസാലി തുടങ്ങിയ ഇസ്ലാമിക പണ്ഡിതന്മാരിൽ നിന്നായിരുന്നു. സഹോദരങ്ങളെ, ആധുനിക ശാസ്ത്രത്തിന്റെ പ്രപിതാക്കളായിട്ട് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ് എന്ന കൃതിയിൽ ജോൺ വില്യം പറയാൻ, ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇപ്പറഞ്ഞ ഗലീലിയോ, കെപ്ലർ, ബ്രൂണോ, ന്യൂട്ടൻ, ഡാവിഞ്ചി തുടങ്ങിയ ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കെല്ലാം പ്രചോദനം നൽകിയത്. നമ്മൾ പറയുന്നതല്ല, യൂറോപ്യൻ ഗ്രന്ഥകാരന്മാരെ പറയുന്ന കാര്യങ്ങളാണ്. പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന കൃതിയിൽ തോമസ് അർണോൾഡ് പറഞ്ഞു, ഇബ്നു സീനയുടെ അൽ ഖാനൂനു ഫി തിബ്ബ് പോലെ വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണം നടത്തപ്പെട്ട മറ്റൊരു ഗ്രന്ഥവുമില്ല. ഹസനുൽ ഹൈത്തം റഹിമഹുള്ളയായിരുന്നു നേത്രശാസ്ത്രത്തിന്റെ അടിത്തറയിൽ ലോകത്തിന് സംഭാവന നൽകിയത്.
ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കും, ഇതെന്താ കുറെ മുസ്ലിം പണ്ഡിതന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ, ഡിസ്കവറീസ് പറയുകയാണോ? അത് മാത്രല്ല, ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം അവർക്ക് പ്രചോദനമേകിയത് ഖുർആനായിരുന്നു എന്നുള്ളതാണ്. ഖുർആൻ നമ്മൾ മനസ്സിലാക്കിയതിനപ്പുറത്താണ്. ഖുർആനിലെ പ്രഥമ വചനങ്ങൾ തന്നെയായിരുന്നു അവർക്ക് ഇതിനെല്ലാം പ്രചോദനം നൽകിയത്. ഒന്നോ രണ്ടോ വചനങ്ങളല്ല, അന്വേഷണങ്ങളിലേക്ക്, പഠനങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. ഖുർആൻ ശാസ്ത്രം പറയാൻ വേണ്ടി വന്ന ഗ്രന്ഥമല്ല, ആധുനിക ഭൗതിക വിജ്ഞാനങ്ങൾ പറയാൻ വേണ്ടിയല്ല ഖുർആൻ വന്നിട്ടുള്ളത്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് എന്നീ 3 കേന്ദ്രാശയങ്ങളിൽ ഊന്നിയെന്നുകൊണ്ട് ഏകദൈവത്വം, പ്രവാചകത്വം, പരലോക വിശ്വാസം, ഈ 3 കേന്ദ്രാശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ലോകത്തോട് സംവദിക്കുമ്പോ അവിടെ പല വൈജ്ഞാനിക യാഥാർത്ഥ്യങ്ങളും പുറത്തു വന്നു എന്നുള്ളതാണ്. പക്ഷികൾ അനുകരിച്ച് പറക്കുന്ന ഓർണിത്തോപ്റ്റർ എന്ന വിമാന കൺസെപ്റ്റിന് ലോകത്ത് രൂപകൽപ്പന ചെയ്തത് അബ്ബാസ് ഇബ്നു ഫിർനാസ് എന്ന പേരുള്ള അറേബ്യൻ ശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തങ്ങളാണ്. സഹോദരങ്ങളെ, റൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് തന്നെ ഗ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ പറക്കാൻ അബ്ബാസ് ഇബ്നു ഫിർനാസിന് സാധ്യമായി. ഫിർനാസിനെ സ്വാധീനിച്ചതും വിശുദ്ധ ഖുർആനിലെ ഒരു വചനമായിരുന്നു. സൂറത്തുൽ മുൽക്കിലെ ഒരു വചനം, അതാണ് ഫിർനാസിനെ സ്വാധീനിച്ചത്. അബ്ബാസ് ഇബ്നു ഫിർനാസിനെ സ്വാധീനിച്ച ഖുർആനിലെ വചനം, അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖബിൽ മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവർ പക്ഷികളിലേക്ക് നോക്കുന്നില്ലേ? അവർക്ക് മീതെ വരിവരിയായി പറന്നു പോകുന്ന പക്ഷികൾ. ആ പക്ഷികൾ അവരുടെ ചിറകുകൾ ഇങ്ങനെ വിടർത്തുകയും കൂട്ടുകയും ചെയ്യുന്നു. ആ പക്ഷികളെ പിടിച്ചു നിർത്തുന്നത് കരുണാവാരിധിയായ നാഥനാണ്. നിശ്ചയം നിങ്ങളുടെ രക്ഷിതാവ് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി കാണുന്നവനാണ്. പക്ഷികളെ സംബന്ധിച്ചുള്ള ഖുർആന്റെ നിരീക്ഷണം, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്നുള്ള വിശദീകരണം, ആ പക്ഷികളെ സംബന്ധിച്ച് ചിന്തിക്കാനും അവരുടെ പറക്കൽ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനും അബ്ബാസ് ഇബ്നു ഫിർനാസിന് പ്രചോദനമായി. അദ്ദേഹം ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറുന്നുകൊണ്ട് പറക്കാൻ തുടങ്ങി. പറന്ന് ഏറെ ദൂരമൊന്നും എത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹം വീണുപോയി എന്നാണ് ചരിത്രം. സഹോദരങ്ങളെ, ഗ്ലൈഡർ ഉപയോഗിച്ച് 10 മിനിറ്റ് പറന്നെങ്കിലും പിന്നീട് അദ്ദേഹം വീണുപോയി. സഹോദരങ്ങളെ, ഖുർആനും ഹദീസുമെല്ലാം നിരന്തരമായി നമ്മയും നമ്മുടെ മക്കളെയും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇബ്നു സീനയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ചരിത്രത്തിൽ അവിസന്ന എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഡോക്ടർ ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് ഹദീസാണ്. തദാവൂ ഫഇന്ന ലികുല്ലി ദാഇൻ ദവാ. നിങ്ങളെ ചികിത്സിക്കണേ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. കൊറോണ കാലത്ത് നമ്മളൊക്കെ ഏറെ കഷ്ടപ്പെട്ടു, ലോകം മുഴുക്കയും കഷ്ടപ്പെട്ടു. അപ്പോഴും കൊറോണയുടെ മരുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് കൊറോണയുടെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. നോക്കി നിങ്ങൾ, എത്രമാത്രം ദീർഘദർശനത്തോടു കൂടിയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളെ ചികിത്സിക്കണേ, നിശ്ചയം എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ആ മരുന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷികളായി ഇസ്ലാമിക സ്പെയിനിലെ ഒരു കൂട്ടം പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിന്നപ്പോ അവിടെയാണ് വൈജ്ഞാനിക നവോത്ഥാനമുണ്ടായത്. അവരെഴുതിയ കൃതികൾ അത് അറബി ഭാഷയിലായിരുന്നു. അറബി ഭാഷയിലുള്ള ആ കൃതികളെ ഫ്രഞ്ചിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തപ്പോഴാണ് യൂറോപ്യന്മാരെ ചരിത്രത്തിൽ നവോത്ഥാന നായകന്മാരായിട്ട് അറിയപ്പെട്ടത്. സത്യത്തിൽ അവരല്ല കണ്ടെത്തിയത്. ഇപ്പറയുന്ന ആളുകൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇബ്നു സീനയുടെ, അതല്ലെങ്കിൽ ഇബ്നു ഖൽദൂൻ, ഇബ്നു റുഷ്ദ് അടക്കമുള്ള പണ്ഡിതന്മാർ, ഫറദോവയുടെ പണ്ഡിതന്മാർ, സ്പെയിനിന്റെ പണ്ഡിതന്മാർ, അവരെഴുതി വെച്ച കൃതികൾ, അറബിയിൽ അവരെഴുതി വെച്ച കൃതികൾ അത് ഫ്രഞ്ചിലേക്കും ഇംഗ്ലീഷിലേക്കും യൂറോപ്യന്മാർ വിവർത്തനം ചെയ്തപ്പോ അവര് പറഞ്ഞു ഞങ്ങളാണ് റെനീസൻസിന്റെ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികൾ എന്ന്. പക്ഷെ അവരല്ല, നമ്മളീ പറയുന്ന കൂട്ടരാണ്. വായിക്കുക നിന്റെ രക്ഷിതാവിന്റെ നാഥന്റെ നാമത്തിൽ
വായിക്കുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാൻ തുടങ്ങിയവരാണ്. അവർ വായിച്ചപ്പോൾ എന്തൊക്കെ പ്രതിഭാസങ്ങൾ കണ്ടെത്താൻ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. ഖുർആനിലെ ഓരോ വചനങ്ങളും അവരെ പ്രചോദിപ്പിച്ചു. പ്രവാചകരെ നിങ്ങൾ പറയണം, ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം എന്ന് നിങ്ങൾ പ്രവാചകരെ അവരോട് പറയണം. എപ്രകാരമായിരുന്നു കുറ്റവാളികളുടെ പരിണിതി എന്ന് നല്ലതുപോലെ നിങ്ങൾ ചിന്തിക്കണേ. ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ. സഞ്ചരിക്കാൻ തുടങ്ങി ഒരു കൂട്ടം ആളുകൾ സഞ്ചാരികളായി സഞ്ചാര സാഹിത്യങ്ങൾ എഴുതി. അൽബറൂണിയെ പോലുള്ള സഞ്ചാരികൾ. സഹോദരങ്ങളെ, വേറൊരു കൂട്ടം പണ്ഡിതന്മാർ സഞ്ചാരികൾക്ക് റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി കൊടുക്കുക. വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങി. നമ്മള് സ്കൂളിൽ വെച്ച് തന്നെ പഠിച്ചു. ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുമ്പോ ഏത് മാപ്പ് നോക്കിയിട്ടാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്? ഇബ്ൻ മാജിദ് എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതൻ തയ്യാറാക്കിയ മാപ്പ്. എന്ന ഖുർആനിക വചനത്തിൽ പ്രചോദിതമായി ഇബ്ൻ മാജിദ് എന്ന് പറയുന്ന പണ്ഡിതൻ തയ്യാറാക്കിയ മാപ്പ്. ഇന്നത്തേതുപോലെ നമ്മുടെ കയ്യിലുള്ളതുപോലെ ഗൂഗിൾ മാപ്പ് ഒന്നും ഒന്നില്ലല്ലോ. ആ മാപ്പ് നോക്കിയാണ് ഇബ്ൻ മാജിദിന്റെ മാപ്പ് നോക്കിയാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങിയത്. സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ പഠിക്കണം. കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ദൂതന് അള്ളാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥം. ഖുർആനെ സംബന്ധിച്ച് ആ അർത്ഥത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ഖുർആനെ ഉൾക്കൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്ത ആളുകൾ ചരിത്രത്തിൽ ഒരുപാടുണ്ട്. പ്രൊഫസർ സെഗറ്റാറ്റ് ജസൻ, അദ്ദേഹം തായ്ലൻഡിലെ ചിയാക്മ യൂണിവേഴ്സിറ്റിയിലെ ശരീരഘടനാശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ്. ഇസ്ലാം സ്വീകരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം വേദനാ സംവേദനികളുടെ ഗവേഷണത്തിനായി ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവഴിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം വേദനാ സംവേദനകളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 56-ാം വചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. നിശ്ചയം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ അവരെ നരകത്തിൽ കത്തിയെരിയുന്നതാണ്. അവരുടെ തൊലികൾ പാകമാവുമ്പോ അവർക്ക് ഈ നരക ശിക്ഷ രുചിക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ തൊലികൾ അല്ലാഹു പകരം നൽകും. നിശ്ചയം അല്ലാഹു അങ്ങേയറ്റം യുക്തിജ്ഞനും പ്രതാപവാനുമാണ്. ഖുർആനിലെ ഈ വചനത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അവരുടെ തൊലികൾ പാകമായി കഴിഞ്ഞാൽ അത് കരിഞ്ഞുപോയി, അതൊരു നാശത്തിന്റെ അവസ്ഥയിലേക്ക് തൊലികൾ പോയി. ഇങ്ങനെയാവുമ്പോ അല്ലാഹു തആല വീണ്ടും തൊലികൾ പകരമായി നൽകും. എന്തിന്? ശിക്ഷ രുചിക്കുന്നതിന് വേണ്ടി. ലോകത്ത് അതുവരെ അദ്ദേഹം പറയാണ്, ലോകത്ത് അതുവരെ ഈ വേദനയെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യന്റെ ബ്രെയിനിന് മാത്രമാണുള്ളത്. തലച്ചോറാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. അതിനപ്പുറത്ത് തൊലിക്ക് വേദന അറിയാനുള്ള, അതല്ലെങ്കിൽ വേദന അനുഭവിക്കാനുള്ള ശേഷിയിൽ തൊലിക്ക് യാതൊരു പങ്കാളിത്തവും ഉള്ളതായി അതുവരെ ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്താത്തൊരു കാലം. ആ കാലത്താണ് അദ്ദേഹം ഖുർആനിലെ ഈ വചനം ശ്രദ്ധിക്കുന്നത്. സഹോദരങ്ങളെ, പക്ഷേ നമുക്കറിയാം, ഖുർആനത് നേരത്തെ പറഞ്ഞു, നരകശിക്ഷ രുചിക്കുന്നതിന് വേണ്ടി തൊലി പകരമായി നൽകും. പകരം തൊലി നൽകിയിട്ടില്ല എങ്കിൽ ശിക്ഷ രുചിക്കാൻ കഴിയില്ല, വേദന അനുഭവിക്കാൻ കഴിയില്ല. ആധുനിക ശാസ്ത്രം ഖുർആനിത് പറഞ്ഞതിന് ശേഷമാണ് ഇത് കണ്ടെത്തിയത് എന്നൊന്നുമല്ല പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ആധുനിക ശാസ്ത്രം ഇത് മനസ്സിലാക്കാൻ കുറെ സമയം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. കുറെ സമയമെടുത്തതിന് ശേഷമാണ് പിന്നീട് ഒരു രോഗി പൊള്ളലേറ്റുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മുട്ടസൂചി കുത്തിനോക്കുകയാണ് ശരീരത്തിൽ, തൊലിയിൽ കുത്തിനോക്കുകയാണ്. എന്തിനാണ്? തൊലിയിൽ കുത്തിനോക്കുമ്പോ പൊള്ളൽ എത്രത്തോളം ആഴത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. തൊലിക്ക് വേദന അറിയാനുള്ള ശേഷിയുണ്ടെന്ന് ആധുനിക ലോകം കണ്ടെത്തിയ കാര്യം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞു വെച്ചു എന്ന് മനസ്സിലാക്കി പ്രൊഫസർ സെഗറ്റാറ്റ് ജസൻ എന്ന് പറയുന്ന
തായ്ലൻഡിലെ തിയാക്മ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകൻ. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹം റിയാദിലെ 8ാം വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ വെച്ച് 8ാം വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഇത് കുറെ ശാസ്ത്രം അറിയുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലാവുന്ന ഗ്രന്ഥം എന്ന രീതിയിലാണോ ഖുർആനിനെ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമേ അല്ല. ഖുർആനിന് എല്ലാവരോടും അവരുടെ ബൗദ്ധിക നിലവാരം അനുസരിച്ചുകൊണ്ട് സംവദിക്കാനുള്ള ശേഷിയുണ്ട്. ഒരു പ്രാകൃതനായ അറബിയോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു ശാസ്ത്രജ്ഞനോട് അയാളുടെ നിലവാരമനുസരിച്ച്, ഒരു ചരിത്രകാരനോട് അയാളുടെ നിലവാരം, അയാളുടെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ശേഷി ഖുർആനിനുണ്ട്. ഇത് ദൈവിക വചനമാണ്. ആ ദൈവിക വചനത്തിന്റെ പ്രത്യേകത അതാണ്. നമുക്കറിയാം ഖുർആൻ ഓരോ പ്രവചനങ്ങളൊക്കെ നടത്തിയത് എത്രമാത്രം അത്ഭുതകരമാണ്. ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ ഒരു വചനം, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ, സൂറത്ത് യൂനുസ് 92ാം വചനമാണ്. അല്ലാഹു പറയാൻ, ഫൽയൗമ നുനജ്ജീക ബിബദനിക, ഏകാധിപതിയായ ഫിർഔനോട് പ്രഖ്യാപിച്ചതായിട്ട് അല്ലാഹു പറയാൻ, ഒരു ദിവസം നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തും, ലിതകൂന ലിമൻ ഖൽഫക ആയ, നിന്റെ പിറകെയുള്ള ആളുകൾക്ക് നീ ഒരു മുന്നറിയിപ്പാവാൻ. ഏകാധിപതിയായ ഫിർഔന് മുന്നറിയിപ്പ് കൊടുക്കാൻ. എങ്ങനെ? ഒരു കാലത്ത് അള്ളാഹു മുന്നറിയിപ്പ് കൊടുത്തതായിട്ട് അള്ളാഹു പറയാൻ, നിന്റെ പിറകെയുള്ളവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിട്ട് നിന്റെ ശരീരത്തെ, നിന്റെ ഭൗതിക ശരീരത്തെ, ഫൽയൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ഭൗതിക ശരീരത്തെ നാം രക്ഷപ്പെടുത്തും. ഖുർആൻ പറഞ്ഞു. ഖുർആനിൽ പറയുമ്പോൾ ഫിർഔന്റെ ഭൗതിക ശരീരം കിട്ടിയിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അത് ലഭ്യമായിട്ടില്ല. പിന്നീട് 1889 പ്രൊഫസർ ലോറൽ എന്ന് പറയുന്ന ഗവേഷകനാണ് റംസിസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔന്റെ, ഖുർആൻ പറഞ്ഞ ആ ഫിർഔന്റെ ശരീരമാണ് ഇതെന്ന് ഉറപ്പുവരുത്തുന്നത്. മൃതദേഹം ജലാശയത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന് മാത്രമല്ല, അത് റംസിസ് രണ്ടാമന്റെ ഫിർഔന്റെ ഭൗതിക ശരീരമാണെന്ന് 1889 പ്രൊഫസർ ലോറൽ ഉറപ്പുവരുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞ മുന്നറിയിപ്പുകൾ ഓരോന്നും ഭാവിയിൽ പുലർന്നിട്ടുണ്ട് എന്നെല്ലാം വരുമ്പോ ഇത് അല്ലാഹുവിന്റെ കലാമാണ്. സംശയിച്ചു നിൽക്കേണ്ട മനുഷ്യരെ എന്ന് തലമുറകളോട് ഈ ഗ്രന്ഥം പറയുകയാണ്. സാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം, അതിൽ സംശയം വേണ്ട. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് സന്മാർഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സംശയം ഉണ്ടെങ്കിൽ അതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരുന്ന പറഞ്ഞത്. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു വലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ വഹീറാ. മനുഷ്യരും ജിന്നുകളും ഈ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കില്ല. ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും കഴിയില്ല. സഹോദരങ്ങളെ, പല ശ്രമങ്ങളും പ്രവാചകന്റെ കാലത്തുണ്ടായി, ഈ കാലത്ത് പോലും ഉണ്ടായി. കൊറോണക്കാലത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആന് തുല്യമായൊരു ഗ്രന്ഥം ജീലു എന്ന് പറയുന്ന ഒരു നാസ്തികന്റെ നേതൃത്വത്തിൽ, അൾജീരിയക്കാരനായ ഒരു നാസ്തികനാണ് ജീലുവിന്റെ നേതൃത്വത്തിൽ ഒരു ഖുർആന്റെ ഓരോരുത്തർ അധ്യായം, ഇതുപോലത്തെ അധ്യായമൊക്കെ കൊണ്ടുവരെ, അതൊക്കെ വളരെ എളുപ്പമല്ലേ എന്ന് പറഞ്ഞിട്ട് ജീലു എന്ന് പറയുന്ന നാസ്തികൻ കോവിഡുമായി ബന്ധപ്പെട്ട ഒരു അധ്യായം കൊണ്ടുവരാൻ അദ്ദേഹം ഇങ്ങനെ എഴുതി, വൽ ഫൈറൂസുൽ മുബീദ് വൽ അജീബു അൻ ജാഅകും മിനസ് സീനിൽ ബഈദ്. ആ ഖുർആന്റെ ക്ലാസ് ഒക്കെ ഒപ്പിച്ചുകൊണ്ട് കോവിഡാണേ സത്യം, വൽ ഫൈറൂസുൽ മുബീദ് നാശം വിതക്കുന്ന വൈറസാണേ സത്യം, വൽ അജീബു അൻ ജാഅകും മിനസ് സീനിൽ ബഈദ്. ലോകം ആശ്ചര്യപ്പെട്ടു പോവുകയാണ്, അതിവിദൂരമായ ചൈനയിൽ നിന്നാണ് ഈ കോവിഡ് വന്നിട്ടുള്ളത്. അവിടെ തന്നെ അത് പാളിപ്പോയി എന്നുള്ളതാണ്. കാരണം അതിവിദൂരമായ ചൈന എന്നെങ്ങനെ പറയാൻ സാധിക്കും? ചൈനക്കാരെ സംബന്ധിച്ച് അതിവിദൂരമായ ചൈനയല്ലല്ലോ. ചൈനയുടെ അയൽ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിവിദൂരമായ ചൈനയല്ലല്ലോ. എല്ലാ കാലത്തേക്കും സാർവജനീനമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്. എല്ലാ ദേശത്തേക്കും പ്രസക്തമായ ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത്.
ആ ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ ജീലു എന്ന് പറയുന്ന നവനാസ്തികന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ഉണ്ടായപ്പോ അത് തുടക്കത്തിൽ തന്നെ പാളിപ്പോയി എന്നുള്ളതാണ്. കാരണം അതിന് സാധിക്കൂല, അല്ലാഹുവിന്റെ ഗ്രന്ഥാണ്. അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തൂ ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്തിൻ. ഇത് കൃത്രിമമാണ്, കള്ളം കെട്ടി ചമച്ചതാണെന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ചോദിക്കും, കള്ളം കെട്ടിച്ച കൃത്രിമമായിട്ടെങ്കിലും നിങ്ങൾ ഇതിലേതുപോലത്തെ ഒരു 10 അധ്യായം കൊണ്ടുവരിക, ഇതിലേതുപോലത്തെ ഒരധ്യായം ഒരു വചനം കൊണ്ടുവരിക, ഒരു അധ്യായം കൊണ്ടുവരിക. ഇങ്ങനെയെല്ലാമാണ് ഖുർആൻ ചോദിക്കുന്നത്. പക്ഷെ ലോകത്താർക്കും ഇസ്ലാമിനോട് എന്തെന്നില്ലാത്ത വിരോധം വെച്ചു പുലർത്തി ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. അവർക്കാർക്കും ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ഇതുമായി ഗ്രന്ഥവുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക, അത് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അത് കൂടുതൽ മനനം ചെയ്യാൻ ശ്രമിക്കുക, ഖുർആന്റെ ആളുകളാവാൻ ശ്രമിക്കുക. ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്. നിശ്ചയം അല്ലാഹു തആലക്ക് ജനങ്ങളിൽ പ്രത്യേകമായ ആളുകളുണ്ട്. പ്രവാചകനിത് പറഞ്ഞപ്പോ സ്വഹാബിമാരെ ചോദിച്ചു, പ്രവാചകരെ ആരാണ് അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ? ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസ്സത്തു. അവര് ഖുർആന്റെ ആളുകളാണ്, അവരാണ് അല്ലാഹുവിന്റെ പ്രത്യേകക്കാർ. ഖുർആന്റെ ആളുകളായി അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായി മാറുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖുർആൻ പഠിച്ചാൽ മാത്രം പോരാ, അത് നന്നായി പഠിക്കുകയും അത് ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ ഓരോന്നും ജീവിതത്തിൽ ഇങ്ങനെ പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണം. മക്കളെ ഖുർആൻ പഠിപ്പിച്ച രക്ഷിതാക്കളെ നാളെ പരലോകത്ത് അല്ലാഹു തആല ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിക്കുമ്പോ ആ രക്ഷിതാക്കൾ ചോദിക്കും, പടച്ചോനെ, എന്തിനാണ് ഈ കിരീടവും ഈ വസ്ത്രവുമെല്ലാം, ഈ ആദരവിന്റെ കിരീടവും ഈ ആദരവിന്റെ വസ്ത്രവുമെല്ലാം ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്? രക്ഷിതാക്കളോട് അല്ലാഹു തആല പറയും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആനിന്റെ വാർഷികാചരണ മാസമായ റമളാനിൽ ഖുർആനുമായി നാം കൂടുതൽ അടുക്കുക. അലസമായിട്ട് എവിടെയെങ്കിലും കിടന്നുറങ്ങാതെ വിശ്രമിക്കാതെ ഖുർആൻ പഠനത്തിന് വേണ്ടി, ഖുർആൻ മനനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പഠനം ജീവിതത്തിൽ തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് തുടങ്ങാനുള്ള ഒരവസരമാണ് റമളാൻ എന്ന് പറയുന്നത്. ജിബ്രീലുമായി റസൂലുള്ളാഹി ഏറ്റവും അധികം സന്ധിച്ചിരുന്ന റമളാന്റെ രാവുകൾ. അതുവരെ ഖുർആനിൽ നിന്ന് അല്ലാഹു തആല ഇറക്കിക്കൊടുത്ത വചനങ്ങൾ ജിബ്രീലിനെ ഓതിക്കേൽപ്പിക്കുന്നു. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വിശകലനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമയും പ്രവാചകനും നടത്തുന്നു. റമളാനിലാണ് സഹോദരങ്ങളെ. ഖുർആൻ പഠനം തുടങ്ങാത്ത ആളുകൾ കേവലമായ പാരായണം മാത്രം പോരാ, ഖുർആന്റെ പഠനം തന്നെ നമ്മെ കൊണ്ട് സാധ്യമാവുന്ന തലങ്ങളിലെല്ലാം നടക്കണം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ, സാമ്പത്തിക ജീവിതത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ, എല്ലാ മേഖലകളിലും നമ്മൾ പഠിച്ച ഖുർആൻ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അല്ലാഹു ഖുർആൻ നന്നായി പഠിക്കുന്നവരിലും നമ്മിലും നമ്മുടെ കുടുംബത്തിലും അത് പ്രാവർത്തികമാക്കുന്നവരിലും നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ പറയലും കൂടലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഈ ക്ലാസുകൾ, ഈ പ്രഭാഷണങ്ങൾ ഒരു മോട്ടിവേഷനായിട്ട് എല്ലാ വിശ്വാസികൾക്കും മാറുമാറാവട്ടെ. റബ്ബ് തആല നമുക്കിടയിൽ ഐക്യവും പരസ്പര സ്നേഹവും ശക്തിപ്പെടുത്തുകയും നിലനിർത്തി തരുകയും ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ തമ്പുരാനെ, റബ്ബേ, ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. അവരുടെയും നിങ്ങളുടെയും ബർസഖി ജീവിതം നീ വിശാലമാക്കി തരണമേ റബ്ബേ. അവരെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ നിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുലുമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കൊടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഞങ്ങളെയും
ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനും ഖുർആനുമെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായി ശുപാർശ പറയുന്ന അവസ്ഥ ഉണ്ടാക്കണമേ റബ്ബേ. റമളാനും ഖുർആനും ഞങ്ങൾക്കെതിരായി സാക്ഷി പറയുന്ന അവസ്ഥ നാളെ പരലോകത്ത് ഉണ്ടാക്കല്ല നാഥാ. പടച്ചതമ്പുരാനെ, ഖുർആനും റമളാനും ഞങ്ങളുടെ കാര്യത്തിൽ ശുഫാഅാക്കി പടച്ചതമ്പുരാനെ നീ നിശ്ചയിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, റമളാനെ ദുരുപയോഗപ്പെടുത്തുന്നവരിൽ, റമളാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൃഷിയിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവിടുത്തെ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, ദുർബലരായ ജനവിഭാഗങ്ങളെ പടച്ച തമ്പുരാനെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ ശാരീരിക പ്രയാസങ്ങളും രോഗങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളോട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും നീക്കിത്തരയണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ശ്ഫി അംറാലനാ വഅംറാല മർളാനാ യാ ശാഫിയൽ അംറാൽ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സതുദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ചു തരയണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവനെ, നിന്നോട് ചോദിക്കാൻ നിനക്ക് കൂടാനക്കോടി അടിമകളുണ്ട് പടച്ചവനെ. ഞങ്ങൾക്ക് ചോദിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നിലക്കുമുള്ള ഹലാലായ മുറാദുകളെ നീ സഫലീകരിച്ചു തരയണമേ നാഥ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا ولسائر جميع امه محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت. آمين 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 برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.